യൂട്യൂബ് വീഡിയോയിലൂടെ സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന കേസിൽ യൂട്യൂബർ ക്രൈം നന്ദകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളി. ഇടക്കാല സംരക്ഷണം റദ്ദാക്കിയാണ് സുപ്രീം കോടതിയുടെ നടപടി. ജാമ്യം തേടി വിചാരണ കോടതിയെ സമീപിക്കാമെന്ന് സുപ്രീം കോടതി അറിയിച്ചു. ഷബ്ന സിയാദ് നമുക്കൊപ്പം ചേരുന്നു. ഷബ്ന, ഇത് ഏത് കേസാണ്? ബിനിൽ, ഇത് യൂട്യൂബിൽ സ്ത്രീത്വത്തെ അപമാനിച്ച രീതിയിൽ വീഡിയോ അപ്ലോഡ് ചെയ്തു എന്നത് സംബന്ധിച്ച കേസാണ്. ഒരു രാഷ്ട്രീയ നേതാവിനെ, വനിതാ നേതാവിനെയാണ് ഇത്തരത്തിൽ അപമാനിച്ചത് എന്നതായിരുന്നു പരാതി. ഇതിലെടുത്ത കേസിലാണ് ക്രൈം നന്ദകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളിയത്. നേരത്തെ തന്നെ ഈ സുപ്രീം കോടതി കേസ് പരിഗണിക്കുന്ന വേളയിൽ വലിയ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. യൂട്യൂബിൽ പ്രസ്താവന നടത്തേണ്ടതില്ല, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കോടതികളാണ് തീരുമാനമെടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിരുന്നു. ഇടക്കാല സംരക്ഷണം റദ്ദാക്കിയാണ് സുപ്രീം കോടതി ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടി എടുത്തത്. ജാമ്യം തേടി വിചാരണ കോടതിയെ സമീപിക്കാം എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊന്ന്, സർക്കാർ കോടതിയെ അറിയിച്ചത് ഈ ക്രൈം നന്ദകുമാർ ഈ കേസിൽ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല, പോലീസിന്റെ അന്വേഷണത്തിൽ സഹകരിക്കുന്നില്ല എന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്.